ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന പാത്താണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അമാവാസി, പൗർണമി എന്നിങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രം പ്രവേശനം അനുവദിക്കുന്ന ഈ സ്ഥലത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. ചതുരഗിരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവേദ എന്നീ 4 വേദങ്ങളും ഒന്നിക്കുന്നൊരിടം, അഗസ്ത്യരുടെ സാമീപ്യമുള്ള ഒരു പുണ്യസ്ഥലം. ഈ യാത്രയെ പരിചയപ്പെടുത്തുന്നത് ചതുരഗിരി എന്നറിയപ്പെടുന്ന സ്ഥലം. വഴിയിൽ വെച്ച് മൂന്നാമതൊരാൾ യാത്രയിൽ പങ്കുചേരുന്നു. അതെ, ഞങ്ങളുടെ യാത്ര പങ്കാളി അണ്ണാമലയൻ. തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ ശ്രീവല്ലിപുത്തൂരിൽ നിന്നും 30 കിലോമീറ്റർ അകലെ തനിപ്പാറ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പവിത്രമായ ഒരു മല. 18 ശിഷ്യന്മാരും തപസ് അനുഷ്ഠിച്ച് ഒരുമിച്ച് വസിച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം. ഫോറസ്റ്റ് സെക്ഷന്റെ കീഴിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ മാത്രമുള്ള ചതുരഗിരി മലയുടെ അടിവാരത്തേക്കെത്തി അവിടെ നിന്നും ടിക്കറ്റ് എടുത്താണ് അകത്ത് പ്രവേശിക്കേണ്ടത്. 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരികെ അതേ വഴി ഇറങ്ങി 16 കിലോമീറ്റർ നീളമുള്ള സ്ട്രെച്ചാണ് ഈ ട്രക്കിംഗ്. പൗർണമി, അമാവാസി നാളുകളിലാണ് ഇവിടെ കൂടുതൽ ഭക്തർ എത്തിച്ചേരുക. വർഷത്തിൽ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ സ്ഥലത്തേക്ക് 3 വഴികളുണ്ട്. അതിൽ ഒരു വഴിയിലൂടെയാണ് ഈ എപ്പിസോഡിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വൈദ്യുതി എത്താത്ത ഒരിടമാണ് ഈ സ്ഥലം. യാത്രയ്ക്ക് ശേഷം ഇരുട്ടുന്നതിന് മുമ്പ് തിരികെ ഇറങ്ങണം. രാത്രിയിൽ യാത്രാ അനുവാദമല്ല. വിനായക കോവിലും പേച്ചിയമ്മൻ കോവിലൊക്കെ പിന്നിട്ട് നടന്ന് ആരംഭിക്കുന്ന ഈ യാത്ര ആദ്യം ഒരു ചെറു തോട് കടന്നു കഴിഞ്ഞാൽ ചതുരഗിരിയുടെ ദൃശ്യഭംഗികൾ ആസ്വദിച്ച് തുടങ്ങാനാകും. ഈ സ്ഥലമാണ് വഴുക്കപ്പാറ. ഏകദേശം സ്കിഡാവുന്ന പോലത്തെ ഒരു സർഫസാണ്. ഏകദേശം 2 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ വഴുക്കുപാറയ്ക്ക് ശേഷം പാതകളുടെ സ്വഭാവം മാറി തുടങ്ങുന്നതും ഉരുളൻ കല്ലുകൾ നിറഞ്ഞ കുത്തനെയുള്ള വഴിയിലൂടെയായിരിക്കും പിന്നീടുള്ള സഞ്ചാരം. മറ്റു മലകളിൽ നിന്നും വ്യത്യസ്തമായി ഈ മലയ്ക്ക് ചതുരാകൃതി ആയതിനാലാണ് ചതുരഗിരി എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണുന്ന മരങ്ങളെല്ലാം സിദ്ധർമാർ നട്ടുപിടിപ്പിച്ച മരങ്ങളാണെന്ന് അറിയപ്പെടുന്നതുകൊണ്ട് ഈ സ്ഥലത്തെ മൂലികൈക്കാട് എന്ന് അറിയപ്പെടുന്നു. 4 വേദങ്ങൾ സംഗമിക്കുന്നതുകൊണ്ട് മറ്റൊരു പേരും സിദ്ധർഗർ വസിക്കുന്നതുകൊണ്ട് സിദ്ധർഗർ ഭൂമി എന്നും ഒരു പേരുണ്ട്. വഴിയരികിൽ ആശ്വാസത്തിനായി തണൽ മരങ്ങൾക്കിടയിൽ വെള്ളം, പഴങ്ങൾ എന്നിവയുമായുള്ള കച്ചവടക്കാരുള്ളത് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്രദമാണ്. ചതുരഗിരി ഹിൽ ഒരു മോഡറേറ്റ് ട്രക്കിംഗ് പാത്താണ്.
ഫിറ്റായിട്ടുള്ള ട്രക്കേഴ്സിന് 2 മുതൽ 3 മണിക്കൂർ സമയം കൊണ്ട് മുകളിലെത്താനാകും. ബിഗിനേഴ്സായ ട്രക്കേഴ്സിന് 4-5 മണിക്കൂർ സമയമെടുക്കുകയും ചെയ്യും. നാലഞ്ച് മണിക്കൂർ ഈ ഔഷധവൃക്ഷങ്ങളും കാട്ടാറുകളും മലഞ്ചെരുവുകളും ചെങ്കുത്തായ കയറ്റവും കടന്ന് നമ്മളെത്തുന്നതാണ് സുന്ദര മഹാലിംഗ ക്ഷേത്രവും ചന്ദന മഹാലിംഗ ക്ഷേത്രവും. മുന്നോട്ട് പോകും വഴിയിൽ പശുവിൻ പാദം അടയാളപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറയും കാണാനാകും. പരമശിവന് മുമ്പിൽ വണങ്ങിയ ഒരു പശുവിന്റെ കാൽപാദം എന്ന് പറയപ്പെടുന്നു. ഓരോ വിശ്വാസങ്ങൾ, ഓരോ കാഴ്ചപ്പാടുകൾ. പശുപാദം കഴിഞ്ഞ് കുറച്ച് നടന്നാൽ ഇടത്തോട്ടുള്ള ഭാഗത്തേക്ക് താഴെ ഇറങ്ങിയാൽ കോരക്കർ ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തും. പതിനെട്ട് സിദ്ധർമാരിൽ ഒരാളാണ് കോരക്കർ സിദ്ധർ. അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു എന്നറിയപ്പെടുന്ന ഗുഹയാണ് ഈ ഭാഗത്തുള്ള കേവ്. അതിനടുത്തായി തന്നെ ഒരു കേവിൽ നിന്ന് അത്ഭുതകരമായി വെള്ളം വരുന്ന ഒരു ഭാഗവുമുണ്ട്. നമ്മളിൽ ഒരാൾ ആ ജലാശയത്തിലേക്കും യാത്ര തിരിച്ചു. പ്രമേഹ രോഗത്തിനും പ്രതിവിധി എന്നറിയപ്പെടുന്ന ഞാവലൂറ്റ് എന്ന ഈ മരത്തിന് താഴെയുള്ള ഈ ജലാശയം പേരുകേട്ട ഒരിടമാണ്. ഈ യാത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സുഖകരമായ ഒരു യാത്രയല്ല. നടന്നു കയറാനാവാതെ പലരും തിരിച്ചു പോകുന്ന കാഴ്ചകളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം വളരെ പ്രായമായവർ വളരെ എളുപ്പത്തിൽ ചെരുപ്പുകൾ പോലുമില്ലാതെ നടന്നു കയറുന്നതും നമുക്ക് കാണാം. പ്രധാന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായി അരുവിയോട് ചേർന്നുള്ള കറുപ്പസ്വാമിയുടെ ക്ഷേത്രവും ഇവിടെയുണ്ട്. ചെറിയ കടകളും ആൾക്കൂട്ടവും എത്തിക്കഴിഞ്ഞാൽ അതിനടുത്താണ് ക്ഷേത്രമെന്ന് സൂചന നമുക്ക് ലഭിക്കും. ശ്രീപാർവതി ശിവഭഗവാനെ ഉപവസിച്ചിരുന്ന സ്ഥലമായ സുന്ദര മഹാലിംഗമാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ക്ഷേത്രം. അർദ്ധനാരി ഭാവം ഉണ്ടായത് ഇവിടെ വെച്ചാണെന്ന് വിശ്വാസം. മറ്റൊരു ശിവക്ഷേത്രത്തിലും കാണാത്തതുപോലെ ചെരിഞ്ഞ ശിവലിംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുക.
ഈ പ്രദേശത്ത് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. എന്നിരുന്നാലും ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഭാഗങ്ങൾ ഇവിടെ യോജിപ്പിച്ചു വയ്ക്കുന്നു. ഇനി കുറച്ച് പടികൾ മുന്നോട്ട് ചെന്നാൽ എത്തുന്നതാണ് ചന്ദന മഹാലിംഗ ക്ഷേത്രം. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ഇടയിലായി അന്നദാനം നൽകുന്നുണ്ട്. ഇത്രയും ദൂരത്തു നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുന്നത് കാണുമ്പോൾ അത്ഭുതമാണ് നമുക്ക് തോന്നുക. പ്ലേറ്റ് സ്വയം തിരഞ്ഞെടുത്ത് വരിയിൽ നിന്നാൽ രുചികരമായ ഭക്ഷണവും ഇവിടെ നിന്ന് ലഭിക്കും. അതിനുശേഷം പ്ലേറ്റുകൾ കഴുകി വൃത്തിയാക്കി തിരികെ വയ്ക്കുക. ശ്രീ പാർവതി ദേവി കൈകളാൽ ചന്ദനം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ലിംഗമെന്നും അറിയപ്പെടുന്ന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പതിനെട്ട് സിദ്ധന്മാരുടെയും പ്രതിമകൾ ഇവിടെയുണ്ട്. ഒരു ഗുഹ ആണെങ്കിലും അത് അനുഭവപ്പെടാത്ത രീതിയിലാണ് ഷെഡ് രൂപേണ ഈ ഭാഗം. ഈ മലയുടെ മുകളിൽ മറ്റൊരു മല കൂടിയുണ്ട്, തവസിപ്പാറ. ആ ശക്തമായ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. സിംഹവാലൻ കുരങ്ങുകളും സാധാരണ കുരങ്ങുകളുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. തരം കിട്ടിയാൽ നമ്മുടെ കയ്യിൽ നിന്നും കവറുകൾ, ബോട്ടിലുകൾ എന്നിവ തട്ടിപ്പറിച്ച് കുടിക്കുന്ന കാഴ്ചകളും ഇവിടെ അനുഭവപ്പെടും. ഓർമ്മപ്പെടുത്തുന്നു, ചതുരഗിരി ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനോ ട്രക്കിങ്ങിനുള്ള സ്ഥലമോ അല്ല. ആത്മീയത ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു സ്ഥലം മാത്രമാണ്. ഇത്രയുമാണ് ചതുരഗിരി എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വന്ന വഴി തിരിച്ചിറങ്ങുന്നു. നമ്മൾ കണ്ടു ശീലിച്ച സർവൈവൽ സിനിമകളുടെ അവസാനം പോലെ ചത്തു ചത്തില്ല എന്ന് പറയും പോലെയാണ് ഞങ്ങളുടെ തിരിച്ചുള്ള വരവ്. കുന്തിരിക്കം പല നിറങ്ങളിൽ കാണുന്നത് ഇവിടത്തെ കച്ചവടത്തിലാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരികെ പോകുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. മറ്റൊരു യാത്രയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.